എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 9ാം മത്സരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മൈതാനമായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആരാധകർക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് അവർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു വലിയ ദുരന്തത്തിനായിരുന്നു. രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള ഈ ദയനീയ പരാജയം ഗുജറാത്ത് ക്യാമ്പിൽ സൃഷ്ടിച്ചിരിക്കുന്നത് വലിയൊരു നിരാശയുടെ കാർമേഘമാണ്. കൂടാതെ മത്സരം അവസാനിച്ചതിനു ശേഷമുള്ള പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സ്റ്റാൻഡ്-ഇൻ ക്യാപ്റ്റൻ റാഷിദ് ഖാന്റെ ഉള്ളിലെ സങ്കടവും രോഷവും അക്ഷരാർത്ഥത്തിൽ അണപൊക്കി ഒഴുകുകയായിരുന്നു. ടീമിന്റെ ദയനീയമായ ബാറ്റിംഗിനെയും ബോളിംഗിനെയും ചോദ്യം ചെയ്തതിനൊപ്പം സ്ഥിരം നായകൻ ശുഭ്മാൻ ഗില്ലിന്റെ അസാന്നിധ്യത്തിൽ ടീമിനെ നയിക്കാനുള്ള വെല്ലുവിളികളെക്കുറിച്ചും അദ്ദേഹം യാതൊരു മറയുമില്ലാതെ തുറന്നടിച്ചു. അഹമ്മദാബാദിലെ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ മത്സരത്തിലെ അവസാന പന്തും എറിഞ്ഞു തീർന്നപ്പോൾ സ്വന്തം തട്ടകത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ നാണം കെട്ട തോൽവിയുടെ ആഴം പോസ്റ്റ് മാച്ച് സെറിമണിക്കായി നടന്നുവരുന്ന റാഷിദ് ഖാന്റെ മുഖത്ത് വ്യക്തമായി വായിച്ചെടുക്കാമായിരുന്നു. രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 210 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഗുജറാത്ത് ടീം കളിയുടെ നിർണായക നിമിഷങ്ങളിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞത് റാഷിദിനെ ആഴത്തിൽ പിടിച്ചുലച്ചിരുന്നു. അവതാരകന്റെ മുന്നിൽ നിന്നുകൊണ്ട് യാതൊരുവിധ ഔപചാരികതകളുമില്ലാതെ അദ്ദേഹം തന്റെ പ്രതികരണം ആരംഭിച്ചു. പൂർണ്ണമായ സത്യസന്ധതയോടെ പറയുകയാണെങ്കിൽ ബാറ്റിംഗിന് അനുകൂലമായ ഈ പിച്ചിൽ 211 റൺസ് എന്ന ലക്ഷ്യം അസാധ്യമായിരുന്നില്ലെന്നും സായി സുദർശൻ, കുമാർ കുശാഗ്ര എന്നിവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ നിന്ന് ലഭിച്ച മികച്ച തുടക്കം മുതലാക്കുന്നതിൽ ടീം പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം വളരെ കടുത്ത വാക്കുകളിൽ പറഞ്ഞു. പവർ പ്ലേയിലെ ആദ്യ 6 ഓവറുകളിൽ വലിയ നഷ്ടങ്ങളില്ലാതെ 56 റൺസ് നേടി മത്സരത്തിൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചിട്ടും പിന്നീട് മധ്യനിര ബാറ്റർമാർ പുറത്തെടുത്തത് അങ്ങേയറ്റം നിരുത്തരവാദപരവും നിരാശാജനകവുമായ പ്രകടനമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. 73 റൺസ് എടുത്ത സായി സുദർശന്റെ മികച്ച പോരാട്ടത്തിനു ശേഷം ക്രീസിൽ പിടിച്ചുനിന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു സീനിയർ താരം പോലും തയ്യാറായില്ല. ഇത്രയും വലിയൊരു സ്കോർ പിന്തുടരുമ്പോൾ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ആവേശം നിലനിർത്താൻ ഒരു പ്രൊഫഷണൽ ചാമ്പ്യൻ ടീമിന് കഴിയേണ്ടതായിരുന്നുവെന്നും എന്നാൽ ഹൈ വോൾട്ടേജ് സാഹചര്യത്തിൽ അത്യാവശ്യമായിരുന്ന മാനസിക കരുത്തോ പോരാട്ടവീര്യമോ ബാറ്റർമാരുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെന്നും സ്വന്തം കാലിൽ തന്നെയാണ് ടീം കോടാലി വെച്ചതെന്നും അദ്ദേഹം തുറന്നടിച്ചു. തന്റെ വിമർശനങ്ങളുടെ കൂരമ്പുകൾ അവിടെയും അവസാനിപ്പിക്കാതെ ഈ തോൽവിയിൽ ബോളിംഗ് നിരയ്ക്കും തുല്യ പങ്കുണ്ടെന്ന് റാഷിദ് ഖാൻ വ്യക്തമാക്കി. രാജസ്ഥാൻ ബാറ്റർമാർക്ക്, പ്രത്യേകിച്ച് യശസ്വി ജയ്സ്വാൾ, ധ്രുവ് ജുറേൽ എന്നീ അപകടകാരികളായ താരങ്ങൾക്ക് ക്രീസിൽ നിലയുറപ്പിക്കാനും അനായാസം റൺസ് അഴിച്ചുകൂട്ടാനും പ്രധാന ബോളർമാർ അവസരമൊരുക്കിയെന്നും ഇത്തരം പിച്ചുകളിൽ ബൗണ്ടറികൾ തടയുകയും ഡോട്ട് ബോളുകൾ എറിഞ്ഞ് സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യേണ്ടതിനു പകരം മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ തുടങ്ങിയ പരിചയസമ്പന്നരായ ബോളർമാർ പോലും ലക്ഷ്യമില്ലാതെ പന്തെറിഞ്ഞുവെന്നും അദ്ദേഹം നിരാശയോടെ ചൂണ്ടിക്കാണിച്ചു. ഈ മോശം ബോളിംഗിന്റെ ഫലമാണ് രാജസ്ഥാൻ 210 റൺസ് എന്ന കൂറ്റൻ സ്കോറിൽ എത്തിയത്. ചെപ്പോക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദി സ്റ്റേഡിയം പോലെയുള്ള വലിയ മൈതാനങ്ങളിൽ ഇത്തരം സ്കോറുകൾ പ്രതിരോധിക്കുക എന്നത് ഏതൊരു ടീമിനും ഒരു വലിയ സ്വപ്നം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ റാഷിദ് ഖാന്റെ വാക്കുകളിൽ ഏറ്റവും ഹൃദയഭേദകമായ കാര്യം ടീമിന്റെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ അസാന്നിധ്യത്തെക്കുറിച്ചായിരുന്നു. ഒരു നിമിഷം വികാരാധീനനായി റാഷിദ് ഗില്ലിന്റെ അഭാവത്തിൽ കഴിവുറ്റ ഈ ടീമിനെ നയിക്കുക എന്നത് വ്യക്തിപരമായി വലിയ വെല്ലുവിളിയാണെന്ന് ലോകത്തിനു മുന്നിൽ സമ്മതിച്ചു. ഒരു മികച്ച ബാറ്റർ എന്നതിനുപരി ഒരു ലീഡർ എന്ന നിലയിലും ജ്യേഷ്ഠ സഹോദരൻ പോലെയും ടീമിനെ ഒറ്റക്കെട്ടായി നിർത്തിയിരുന്ന ഗില്ലിന്റെ തന്ത്രപരമായ ഇടപെടലുകളുടെയും ശാന്തപ്രകൃതത്തിന്റെയും അഭാവം മൈതാനത്ത് പ്രതിഫലിച്ചു. കളിക്കാരുമായുള്ള ഏകോപനത്തിൽ താൻ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നും സമ്മർദ്ദഘട്ടങ്ങളിൽ ഒരു ചാമ്പ്യൻ ടീമിനു വേണ്ട കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാഞ്ഞതും ഓരോ കളിക്കാരിൽ നിന്നും മികച്ച പ്രകടനം പുറത്തെടുക്കുക എന്നത് ഇപ്പോൾ ഒരു ഹിമാലയൻ ടാസ്കായി മാറിയതും ഗില്ലിന്റെ അഭാവം കൊണ്ടാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തന്നെ നേരിട്ട ഈ രണ്ടാമത്തെ പരാജയം വലിയൊരു അപായ സൂചനയാണെന്നും സ്വന്തം തട്ടകമായ അഹമ്മദാബാദിൽ ലക്ഷ്യമില്ലാതെ കളിച്ചാൽ ചെപ്പോക്കിലെ സ്പിൻ പിച്ചിലോ വാങ്കഡയിലെ ചെറിയ ബൗണ്ടറികളിലോ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളെ നേരിടുക എന്നത് അസാധ്യമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കൂടാതെ ടീമിന്റെ വിദേശ കരുത്തായ ജോസ് ബട്ട്ലറുടെ മോശം ഫോം ബാറ്റിംഗ് നിരയെ വലിയ ആഘാതമാണെന്നും ഒറ്റയ്ക്ക് മത്സരം വിജയിപ്പിക്കാൻ കെൽപ്പുള്ള അദ്ദേഹത്തിന്റെ നിശബ്ദത ടീമിന്റെ മുഴുവൻ ആത്മവിശ്വാസത്തെയും ബാധിച്ചുവെന്നും റാഷിദ് വ്യക്തമാക്കി. ടോപ്പ് ഓർഡർ പരാജയപ്പെട്ടാൽ മധ്യനിര സമ്മർദ്ദത്തിനടിപെടുമെന്നത് ക്രിക്കറ്റിലെ ലളിതമായ കാര്യമാണ്. ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ചു ജയിക്കാനാകില്ല. പുതിയ പരീക്ഷണങ്ങൾക്കും ട്രയൽ ആൻഡ് എറർ രീതികൾക്കും ഇനി സ്ഥാനമില്ലെന്നും വിജയങ്ങൾ സമ്മാനിച്ച് പഴയ ശക്തമായ തന്ത്രങ്ങളിലേക്ക് മടങ്ങിപ്പോകണമെന്നും മാനേജ്മെന്റിനും കളിക്കാർക്കും റാഷിദ് കൃത്യമായ സന്ദേശം നൽകി. ഈ കൂട്ടായ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ IPL 2026 യാത്ര വളരെ ചെറുതും വേദനാജനകവുമായിരിക്കും. ഇനി ഓരോ മത്സരവും ജീവൻ മരണ പോരാട്ടമാണെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. റാഷിദ് ഖാന്റെ ഈ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകൾ ഗുജറാത്ത് ക്യാമ്പിൽ ആത്മപരിശോധനയുടെ സമയമാണെന്ന് വ്യക്തമാക്കുന്നു. ഡ്രസ്സിംഗ് റൂമിൽ എല്ലാം ശുഭകരമല്ലെന്നും വരും മത്സരങ്ങളിൽ
കടുത്ത തീരുമാനങ്ങൾ ഉണ്ടായേക്കാമെന്നും ഇതിൽ നിന്നും ഉറപ്പാണ്. എന്തായാലും ശുഭ്മാൻ ഗില്ലില്ലാതെ റാഷിദ് ഖാന്റെ ക്യാപ്റ്റൻസി പരാജയമാണോ എന്നും അടുത്ത മത്സരത്തിൽ ജോസ് ബട്ട്ലർക്ക് തന്റെ സ്ഥാനം നിലനിർത്താനാവുമോ എന്നുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ GT അലേർട്ട് എന്ന് രേഖപ്പെടുത്തി പങ്കുവയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും IPL 2026 ആവേശകരമായ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം.